നമസ്കാരം. ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് മൈൻഡ്ഫുൾനെസ്? സിമ്പിളായി പറഞ്ഞാൽ, ഈ നിമിഷത്തിൽ നമ്മുടെ അകത്തും പുറത്തും നടക്കുന്ന പ്രക്രിയകൾ വിവേചനരഹിതമായി ശ്രദ്ധിക്കുകയും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ചുറ്റുപാടുകളെയും വിലയിരുത്താതെ ബോധപൂർവം അറിയുകയും ചെയ്യുമ്പോൾ അതിന് മൈൻഡ്ഫുൾനെസ് എന്ന് പേര് വിളിക്കുന്നു. മൈൻഡ്ഫുൾനെസ് എന്തിന്? നമ്മൾ മനസ്സിൽ അനുഭവിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കുവാനും ചെയ്യുന്ന പ്രവൃത്തികൾ ഏകാഗ്രതയോടെ ചെയ്യുവാനും ശാന്തതയും സന്തോഷവും അനുഭവിക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് ആണ് മൈൻഡ്ഫുൾനെസ്. ഇന്ന് ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ ഗവേഷണം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് മൈൻഡ്ഫുൾനെസ് എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞുപോയ കാലത്തുണ്ടായ നഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം മറന്ന് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളുണ്ടെങ്കിൽ അവയിൽ നിന്നും മുക്തി നേടി വർത്തമാനകാലത്ത്, അതായത് ഈ നിമിഷത്തിൽ സന്നിഹിതരായിരിക്കുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ഹാഫ് സ്മൈൽ അഥവാ പകുതി പുഞ്ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിയറ്റ്നാമീസ് ബുദ്ധിസ്റ്റ് സെൻ മാസ്റ്ററായ തിക് നാട്ട് ഹാൻ അദ്ദേഹത്തിൻ്റെ ദ മിറക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹാഫ് സ്മൈൽ അല്ലെങ്കിൽ പകുതി പുഞ്ചിരി എന്ന് വെച്ചാൽ പൂർണ്ണമായ പുഞ്ചിരിയല്ല, നമ്മുടെ മുഖത്ത് ഒരു ഇളം പുഞ്ചിരി കൊണ്ടുവരുന്ന രീതിയാണ്. പുഞ്ചിരിക്കുമ്പോൾ ഞാനത് അറിയുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർ അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല. കാരണം അത്രയും മൃദുവായതാണ് ആ പുഞ്ചിരി. ഹാഫ് സ്മൈൽ അഥവാ പകുതി പുഞ്ചിരി ബോധപൂർവം പ്രാക്ടീസ് ചെയ്യാൻ 4 വഴികൾ തിക് നാട്ട് ഹാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹാഫ് സ്മൈൽ വെൻ യു ഫസ്റ്റ് വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ പകുതി പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കണമെന്ന കാര്യം സ്വയം ഓർമ്മപ്പെടുത്താനായി ഒരു അടയാളം ചുമരിലോ സീലിങ്ങിലോ ഒട്ടിച്ചു വയ്ക്കുക. ഒരു സ്മൈലി ആയാലും മതി. നിങ്ങൾ കണ്ണു തുറന്ന ഉടൻ കാണുവാൻ വേണ്ടിയാണ് ഇത്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുക. ആ സമയത്ത് സൗമ്യമായി ഒരു പാതി പുഞ്ചിരി ചുണ്ടുകളിൽ വിരിയിക്കണം. അതേസമയം ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യാനുള്ളത്. 2. ഹാഫ് സ്മൈൽ ഡ്യൂറിങ് യുവർ ഫ്രീ മൊമെൻറ്റ്സ്. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ പകുതി പുഞ്ചിരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത് എല്ലാം പകുതി പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു വസ്തു നോക്കിക്കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ ഒരു പെയിൻറ്റിംഗ് നോക്കിക്കാണുന്ന സമയത്ത് ബോധപൂർവം പാതി പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരിക. 3 പ്രാവശ്യം നിശബ്ദമായി ശ്വാസമെടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. ആ സമയത്ത് പകുതി പുഞ്ചിരി നിലനിർത്തുക. 3. ഹാഫ് സ്മൈൽ വൈൽ ലിസണിങ് ടു മ്യൂസിക്. പാട്ടുകൾ കേൾക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയെന്ന്? പാട്ടിലെ ലിറിക്സ് ശ്രദ്ധിക്കുക, സംഗീതവും താളവും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പകുതി പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുന്ന സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുകയും വേണം. 4. ഹാഫ് സ്മൈൽ വെൻ ഇറിറ്റേറ്റഡ്. പ്രകോപിതനാകുമ്പോൾ ഉടനെ പകുതി പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരിക. തിരിച്ച് ആരോടും ഒന്നും പറയാതെ നിശബ്ദമായി ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. 3 ശ്വാസം പാതി പുഞ്ചിരിയോടുകൂടി ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പതിവായുള്ള പ്രതികരണ രീതിയിൽ നിന്നും സ്വയം പിന്തിരിഞ്ഞ് പുതിയ രീതികളിലേക്ക് മാറാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വിജയകരമായി ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിവരിച്ച ശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒരു 3 സ്റ്റെപ്പ് ധ്യാന രീതിയാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ കൗണ്ട് യുവർ ബ്രെത്ത് എന്ന പ്രാക്ടീസാണ്. ശ്വാസം എണ്ണുന്ന രീതി. ഇതിൽ ശ്വാസം എടുത്ത് വിടേണ്ടത് സാധാരണ രീതിയിലാണ്, ഡീപ്പ് ബ്രീതിങ് അല്ല എന്ന് മനസ്സിലാക്കണം. നേരെ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ 1 എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം പാതി പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ 1 എന്ന് ഒരിക്കൽ കൂടി മനസ്സിൽ പറഞ്ഞ് ഹാഫ് സ്മൈൽ ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 അല്ലെങ്കിൽ 2 എന്ന് മനസ്സിൽ പറഞ്ഞ് ഹാഫ് സ്മൈൽ ചെയ്യുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ 2 എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട്
ഹാഫ് സ്മൈൽ ചെയ്യുക. ഈ പ്രാക്ടീസ് 10 എന്ന സംഖ്യ എത്തുന്നതുവരെ ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് ശ്രദ്ധ മാറിയത് മൂലം കൗണ്ടിങ് തെറ്റിയാൽ വിഷമിക്കരുത്. പകരം ഹാഫ് സ്മൈൽ ചെയ്യുക, എന്നിട്ട് വീണ്ടും 1 മുതൽ കൗണ്ടിങ് പുനരാരംഭിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ട് നിർത്തി ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഹാഫ് സ്മൈൽ ചെയ്യുകയാണ് വേണ്ടത്. ഈ സമയത്ത് ശ്വാസത്തിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ വ്യക്തിയെ കാണുന്നു, ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ഹാഫ് സ്മൈൽ ചെയ്യുന്നു. ഇത് കുറച്ച് സമയം ചെയ്തു കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. 3ാമത്തെ സ്റ്റെപ്പിൽ താങ്കൾക്ക് നന്ദി തോന്നുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം ഹാഫ് സ്മൈൽ ചെയ്യുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾ താമസിക്കുന്ന വീട്, അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന വാഹനം, ഇഷ്ടപ്പെടുന്ന ആരാധനാലയം, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, താൻ സ്നേഹിക്കുന്ന തൻ്റെ വളർത്തുമൃഗം, അല്ലെങ്കിൽ വീട്ടുമുറ്റത്തുള്ള പൂച്ചട്ടികളും ചെടികളും, ഗൃഹോപകരണങ്ങൾ മുതലായ ഏതെങ്കിലും ഒന്നോ അതിലധികമോ വസ്തുക്കൾ മനസ്സിൽ കണ്ട് നന്ദി പ്രകടിപ്പിച്ച് പകുതി പുഞ്ചിരി ചുണ്ടുകളിൽ വിരിയിക്കുകയാണ് വേണ്ടത്. പുഞ്ചിരിക്കുമ്പോൾ ശ്വാസത്തിലും അല്പം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് ഹാഫ് സ്മൈൽ മെഡിറ്റേഷൻ്റെ രീതി. ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. നേരെ ഇരുന്ന ശേഷം കണ്ണുകൾ അടച്ചു വയ്ക്കുക. കൈകൾ സൗകര്യപൂർവം മടിയിൽ വയ്ക്കുക. ആദ്യം ഒരു ഇളം പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരിക. മെഡിറ്റേഷൻ കഴിയുന്നതുവരെ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ 1 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖത്ത് ഹാഫ് സ്മൈൽ അഥവാ പകുതി പുഞ്ചിരി കൊണ്ടുവരിക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ 1 എന്ന് ഒരിക്കൽ കൂടി മനസ്സിൽ പറഞ്ഞ് ഹാഫ് സ്മൈൽ ചെയ്യുക. ശ്വാസം എടുക്കുന്നതിലും വിടുന്നതിലും പൂർണ്ണമായി ശ്രദ്ധിച്ചു വേണം ഇങ്ങനെ ചെയ്യാൻ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞ് ഹാഫ് സ്മൈൽ ചെയ്യുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ 2 എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ചുണ്ടുകളിൽ പാതി പുഞ്ചിരി കൊണ്ടുവരിക. ഇപ്രകാരം 10 എന്ന സംഖ്യ എത്തുന്നതുവരെ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുക. 10 എത്തിക്കഴിഞ്ഞാൽ 1 മുതൽ വീണ്ടും എണ്ണിത്തുടങ്ങാവുന്നതാണ്. ശ്വാസം എടുക്കുന്നതും വിടുന്നതും സാധാരണ രീതിയിലായിരിക്കണം. ദീർഘശ്വാസം എടുക്കുകയോ ശ്വാസം പിടിച്ചു വയ്ക്കുകയോ ഒന്നും പാടില്ല. നോർമൽ ജെന്റിൽ ബ്രെത്ത്. Inhaling and exhaling with a half smile all the time. എപ്പോഴെങ്കിലും കൗണ്ടിംഗ് തെറ്റിയാൽ ഹാഫ് സ്മൈൽ ചെയ്യുക. എന്നിട്ട് 1 മുതൽ വീണ്ടും എണ്ണിത്തുടങ്ങുക. ശ്രദ്ധ ശ്വാസത്തിലും എണ്ണുന്നതിലും പകുതി പുഞ്ചിരിയിലും ഒരുപോലെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
ഇനി താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ജീവിത പങ്കാളിയോ, അച്ഛനോ, അമ്മയോ, മകനോ, മകളോ, അതോ സഹോദരനോ സഹോദരിയോ, സുഹൃത്തോ, ആര് വേണമെങ്കിലും ആകാം. ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുക. ആ വ്യക്തിയുടെ കണ്ണുകളിൽ ശ്രദ്ധ കൊടുക്കുക. ശ്വാസത്തിലും ശ്രദ്ധിക്കുക. എന്നിട്ട് പകുതി പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരിക. ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തൻ്റെ മനസ്സിൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന വ്യക്തിയെ, ശ്വാസം എടുക്കുന്നതും വിടുന്നതും, ഹാഫ് സ്മൈൽ ചെയ്യുന്നതും. ഇനി ജീവിതത്തിൽ താങ്കൾക്ക് നന്ദി തോന്നുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. താമസിക്കുന്ന വീട്, ഓടിക്കുന്ന വാഹനം, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, വീട്ടിലുള്ള മറ്റ് ഉപകരണങ്ങൾ, വളർത്തുമൃഗം, വീട്ടിലുള്ള പൂച്ചട്ടികളും ചെടികളും. ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ വസ്തുക്കൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം പാതി പുഞ്ചിരി ചുണ്ടുകളിൽ വിരിയിച്ച ശേഷം നന്ദിയോടെ സ്മരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുകയും വേണം. ഇവിടെയും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മനസ്സിൽ കാണുന്ന വസ്തു, ശ്വാസം എടുക്കുന്നതും വിടുന്നതും, മുഖത്ത് വിടരുന്ന പകുതി പുഞ്ചിരി. ഇനി തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന സ്പന്ദനങ്ങളും മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും ഒരു ചെറു പുഞ്ചിരിയിലൂടെ ശ്രദ്ധിക്കുക. പൂർണ്ണതയോടെ അറിയുക. അവയെ ആശ്ലേഷിക്കുക. ഇതാണ് ഹാഫ് സ്മൈൽ മെഡിറ്റേഷൻ. ഇനി താങ്കൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. മെഡിറ്റേഷൻ നന്നായി ചെയ്യാൻ സാധിച്ചുവെന്നും മനസ്സിൽ സുഖവും സന്തോഷവും തോന്നിത്തുടങ്ങി എന്നും വിശ്വസിക്കട്ടെ. ദിവസം 1-2 തവണ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറുകയും വർത്തമാനകാലത്തിൽ, അതായത്
പ്രസൻറ്റ് മൊമെൻ്റ് എന്ന നൗവിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയുകയും ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയും ചെയ്യും. ചില പ്രത്യേക വേളകളിൽ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ജോലിക്ക് പോകുന്നതിന് മുമ്പ്, പ്രധാനപ്പെട്ട മീറ്റിങ്ങോ ഡിസ്കഷനോ നടക്കുന്നതിന് മുമ്പ്, ഒരു ടോക്ക് കൊടുക്കുന്നതിന് മുമ്പ്, പരീക്ഷയ്ക്കോ ഇൻ്റർവ്യൂവിനോ പോകുന്നതിന് മുമ്പ് എന്നുവേണ്ട ഏതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു പോയാൽ കുറേ കൂടെ നാച്ചുറലായി സന്തോഷത്തോടെ നമുക്ക് നമ്മെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും നേരം ഈ വീഡിയോയ്ക്ക് വേണ്ടി സമയം ചിലവഴിച്ചതിന് നന്ദി അറിയിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം അടുത്ത് തന്നെ. നന്ദി, നമസ്കാരം.